നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ എനിക്ക് നിർത്തണ്ട, നീ പറയേണ്ടതെല്ലാം പറഞ്ഞിട്ട് അമ്മ ഇറങ്ങി പോയല്ലോ. പറഞ്ഞോ, മതിയാകുന്നവരെ പറഞ്ഞു, നിർത്താതെ പറഞ്ഞോ. എല്ലാം ഞാൻ സഹിച്ചോളാം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഏതോ ഒരുത്തി വിളിച്ചപ്പോ അവളുടെ കൂടെ അമ്മ പോയി. നീ പറഞ്ഞല്ലോ എന്റെ എല്ലാ മോഹങ്ങളും സാധിച്ചു തന്നു. ഇല്ലെന്ന് ഞാൻ പറയില്ല, തന്നിട്ടുണ്ട്. വളർത്തി വലുതാക്കി പഠിപ്പിച്ചു, സർവ്വ സൗഭാഗ്യങ്ങളും തന്നു. ഒടുവിൽ ഇന്നലെ കണ്ട ഒരുത്തിക്ക് വേണ്ടി ആ അമ്മ എന്നെ തള്ളി പറഞ്ഞു. അത് ഞാൻ സഹിക്കണല്ലേ? സമ്മതിച്ചു, ഞാൻ അനാഥ തന്നെയാ, ആരും ഇല്ലാത്തവളാ. നീ പറഞ്ഞതുപോലെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വിശന്ന് കാത്തിരുന്നിട്ടുണ്ട്. അവിടുന്ന് എന്നെ കൊണ്ടുവന്ന് വളർത്തിയത് രാജ്ഞിയെ പോലെ തന്നെയാ. ഒരു കുറവും വരുത്തിയിട്ടില്ല. എന്റെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ശരിയാ, ശരി തന്നെയാ, സമ്മതിച്ചു ഞാൻ. പക്ഷേ ഇപ്പൊ എന്റെ അമ്മ കാണിച്ചത് ഒരു ചെറിയ വിഷയത്തിന്, ഒരു പിണക്കത്തിന് എന്നെ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്കാക്കിയിട്ട് ബാഗ് എടുത്ത് ഇറങ്ങിപ്പോയില്ലേ? എന്നെ വേണ്ടെന്ന് തീരുമാനിച്ചില്ലേ? അതെല്ലാം വിട്. നീ പറഞ്ഞ എനിക്ക് സൗഭാഗ്യങ്ങൾ തന്ന അമ്മയില്ലേ, അമ്മ എന്നോട് കാണിച്ച ദ്രോഹം എന്താണെന്ന് അറിയൂ നിനക്ക്? നിനക്ക് ദ്രോഹം ചെയ്തു അല്ലേ? വൈദേഹി ആന്റി നിനക്ക് ദ്രോഹം ചെയ്തു. കൊള്ളാം. നിനക്കൊന്നും അറിയില്ല വൈക. നിന്നെ ദ്രോഹിക്കുന്നവർ ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതാണ് സത്യം. അമ്മയുടെ അതേ വാക്കുകൾ നീയോ ആവർത്തിക്കണ്ട. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അതെ അതെ, എല്ലാം അറിയാവുന്നവളാണല്ലോ. നിനക്ക് അറിയാൻ പാടില്ലാത്തതായി ഈ ഭൂമിയിലെ ഒന്നുമില്ല. വെറുതെ വിട്ടിത്ത വിളിച്ച് പറയല്ലേ. ഞാൻ മനസ്സിലാക്കുന്നതാണ് ശരിയെന്നും ഞാനാണ് ഏറ്റവും വലിയ ബുദ്ധിമതി എന്ന് ചിന്തിക്കുന്നവരാ ഏറ്റവും വലിയ വിഡ്ഢികൾ. ആവശ്യമില്ലാത്തത് സംസാരിക്കല്ലേ ശ്രീകാന്ത്. എന്റെ ഭാഗത്തെ ന്യായത്തെ കുറിച്ച് നീ ചിന്തിക്കുന്ന പോലുമില്ല. അമ്മയുടെ പക്ഷത്തിൽ നിന്ന് മാത്രം ചിന്തിക്കാ നീ ഇപ്പോ. എന്നെ മനസ്സിലാക്കുന്ന പോലും ഇല്ല നീ ഇപ്പോ. നിന്നെ മനസ്സിലാക്കാത്തവനാണ് ഞാനെന്ന് നീ തന്നെ പറയണം. അച്ഛൻ, അമ്മ, അങ്ങനെയുള്ള പേരുകൾ കേൾക്കുമ്പോ പോലും അനാഥാലയത്തിൽ വെച്ച് നിന്റെ കണ്ണുകൾ നിറയുമായിരുന്നു. അന്ന് ഓരോ കുഞ്ഞുങ്ങളെയും ദത്തെടുത്തോണ്ട് പോകുമ്പോ നീ പറഞ്ഞിട്ടുണ്ട് എന്നോട്, നമ്മളെ തേടി ആരെങ്കിലുമൊക്കെ വരുമായിരിക്കുമെന്ന്. നിന്റെ ഉള്ളിൽ ആ മോഹം, അതാണ് എനിക്ക് പകരം നിന്നെ ഈ വീട്ടിൽ നിർത്തുന്നത്. മറന്നുപോയോ? ഒന്നും മറന്നിട്ടില്ല ഞാൻ. പക്ഷെ നീ എന്നെ ഒന്ന് മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? ഇത്രയും കാലം ഒരു കുറവും വരുത്താതെ അമ്മ എന്നെ വളർത്തി എന്നുള്ളത് ശരി തന്നെയാ. പക്ഷെ കുറച്ചു നാളായി അമ്മയിലെന്തോ മാറ്റമുണ്ട്. അവിടെയാണ് നിനക്ക് തെറ്റിയത്. ഇത്രയും കാലം അമ്മ നിന്റെ പക്ഷത്തായിരുന്നു എന്ന് നീ സമ്മതിക്കുന്നു. ഒരു ചെറിയ കാലയളവിലെ മാറ്റത്തിന്റെ പേരിലാണോ നീ ഇങ്ങനെ പെരുമാറുന്നത്? ഒരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോ തന്നെ വൈദേഹി ആന്റി ചെയ്തത് നിനക്ക് ഒന്നും അല്ലാതായി അല്ലേ? നോക്ക് വൈക, നീ ചെയ്തത് തെറ്റാ, വലിയ തെറ്റ്. നീ കാണിക്കുന്നതെല്ലാം പുകഴ്ത്തി പറയുന്നവർ നിന്റെ നന്മ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല. നീ ചെയ്യുന്ന തെറ്റിനെ തെറ്റെന്ന് പറയുന്നവനാണ് സുഹൃത്തെന്ന് വിളിക്കുന്നത്. ഞാൻ നിന്റെ ഫ്രണ്ടാണെങ്കിൽ നീ ചെയ്യുന്ന തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയും. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണെന്നാണ് നീ ഇപ്പോഴും ആവർത്തിക്കുന്നത് അല്ലേ? നീ ചെയ്യുന്ന തെറ്റ് നീ മനസ്സിലാക്കുന്ന ഒരു കാലം വരും വൈക.
അന്ന് നീ നിന്റെ തെറ്റുകളെ തിരുത്തും. നിന്റെ അമ്മയെ നീ തന്നെ പോയി തിരിച്ചുകൊണ്ടുവരും. അല്ലാതെ ഞാനിനി നിന്റെ മുമ്പിലേക്ക് വരുമെന്ന് നീ കരുതണ്ട. വരില്ല ഒരിക്കലും. നീ പോ, എല്ലാരും പൊയ്ക്കോ. ഞാൻ തനിച്ചു മതി. എനിക്ക് ആരും വേണ്ട. എല്ലാരും കളഞ്ഞിട്ട് പോയിന്ന് കരുതി ഞാൻ പോയി കെട്ടിത്തൂങ്ങി ചാവനൊന്നും പോണില്ല. ജീവിക്കും, ജീവിച്ച് കാണിക്കും ഞാൻ. അല്ലാതെ പറ്റില്ലല്ലോ. പോട്ടെ, എല്ലാരും പോട്ടെ. ആര് പോയാലും എനിക്ക് ഒന്നുമില്ല. പോ, എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നീ പോ. വൈക, കമോൺ വൈക, എന്താ ഇത്? പോ പറഞ്ഞില്ലേ നിന്നോട്? പോ, നീ പോ. എന്താ വൈക ഇത്? ഒന്ന് അടങ്ങ് നീ. നിനക്ക് പോണോ? നീ പോ, പോ. എല്ലാരും പോട്ടെ. എനിക്ക് ഇനി ആരും വേണ്ട, ആരും വേണ്ട എനിക്ക്. വൈക, വൈക കരയല്ലേ? സമാധാനായിട്ടിരിക്കുക. ഞാനില്ലേ നിനക്ക്? വൈക കരയല്ലേ? കൂൾ. വൈക സമാധാനായിട്ടിരിക്കുക. കരയല്ലേടാ വൈക. കാർത്തി, നീ എന്റെ കൂടെ കാണില്ലടാ. എല്ലാരും പോയാലും നീ കാണില്ല എന്റെ കൂടെ. ഞാൻ കാണും, ഞാൻ കാണും നിനക്ക്. വൈക, വൈക കൂൾ. കരയല്ലേ വൈക? ഒന്നുമില്ല. സുന്ദരിയെ ഇനിയും കാണുന്നില്ലല്ലോ കൃഷ്ണ. തിരക്കി എങ്ങാനും പോണോ? അവള് പോയിരിക്കുന്നത് ഒരു ചെറിയ കാര്യത്തിനല്ലല്ലോ. മാഡത്തിനെ പറഞ്ഞു മനസ്സിലാക്കി ഒന്നുകിൽ തിരിച്ച് വീട്ടിലേക്ക് അയക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം. രണ്ടായാലും അത്ര എളുപ്പമല്ല.